ഹലോ ഫ്രണ്ട്സ്, വീണ്ടും വന്നൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് പറയണ്ടേ. പ്ലം കേക്കാണ്, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ആദ്യം ഒരു കപ്പ് പഞ്ചസാരക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ നമ്മൾ ജസ്റ്റ് ചൂടായി ഇങ്ങനെ മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണമുള്ള മെയിനായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം, കറുത്ത മുന്തിരിയും മറ്റേ വെള്ള മുന്തിരിയും ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ ആ പഞ്ചസാര പാനി വെച്ചില്ല, അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കണം. അപ്പോൾ നല്ല സോക്കായിരിക്കും. അത് നേരത്തെ ചെയ്ത് വെക്കണം. അത് നമ്മൾ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് പനി ഞാൻ കുറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് ഈ ജസ്റ്റ് കട്ടയാകുമ്പം നമ്മൾ ഈ ചൂട് കൂടാതെ വേണം ഈ കേക്കിലിടുക. അതുകൊണ്ടാണ് ഇത് നേരത്തെ ഇതൊക്കെ ചെയ്ത് വെക്കണം. പക്ഷേ ഇത് തലേന്നേ നമ്മൾ ഇന്നാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇത് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ആ സത്തെല്ലാം ഇറങ്ങി നല്ല തേനൊക്കെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. ഇനി അടുത്ത ബാറ്റർ നമുക്ക് തയ്യാറാക്കാൻ പോകണം. ഒരു കപ്പ് പഞ്ചസാരക്കകത്ത് കുറച്ച് ഗ്രാമ്പും കുറച്ച് കറുവപ്പട്ട ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഒരു 5 മുട്ടയും കുറച്ച് വാനില എസൻസും കൂടെ ഇട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അതിങ്ങനെ ജസ്റ്റ് അടിച്ച് വരാൻ നേരത്ത് നമുക്ക് കുറേശ്ശെ ഈ പഞ്ചസാര ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ആ പഞ്ചസാര കുറേശ്ശെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് എന്നിട്ടും കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ മാഷ് ചെയ്ത് ഇങ്ങനെ നല്ല ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ അടിക്കണം. നല്ല രീതിയിൽ അടിച്ച് വന്നിട്ട് നമ്മൾ ജസ്റ്റ് മറന്നുപോയി, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്ന വീഡിയോനകത്തില്ല, അതും കൂടെ ഒഴിച്ച് ജസ്റ്റ് കറക്കാവും. പിന്നെ നമ്മൾ 2 കപ്പ് മൈദ മാവ്, കുറച്ച് കൊക്കോ പൗഡർ, പിന്നെ അതിനകത്ത് കുറച്ച് നമ്മൾ ബേക്കിംഗ് പൗഡറുണ്ട്, ഒരു 2 ടീസ്പൂൺ ഇടണം. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ഇച്ചിരി മതി, പിന്നെ കുറച്ച് നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടെ നേരത്തെ അരിച്ചെടുക്കണം. ഒരു 2 വട്ടം അരിക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വരും, ഈ ബബിൾസ് ഒന്നും കാണാതിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ബാറ്റർ ഉണ്ടല്ലോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച വീഡിയോ ഇതിനകത്തുണ്ട് കേട്ടോ ഗൈസ്. എഡിറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് വന്നായിരുന്നു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തപ്പം മറന്നുപോയി. അപ്പം നമ്മളിത് ഏത് പാനിലാണ് തടവുന്നതെന്ന് നോക്കിയാൽ അതിനകത്ത് ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ തടവി മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ല മൈദമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ഡയറക്റ്റ് അങ്ങ് ഒഴിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയല്ല ഒഴിക്കുന്നത്. നമ്മൾ കുറേശ്ശെ ഈ മുട്ടയുടെ മിക്സിലാണ് മൈദമാവ് ഒഴിക്കുന്നത്. സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ജസ്റ്റ് ഇതങ്ങ് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഈത്തപ്പഴത്തിൻ്റെ ടൂട്ടി ഫ്രൂട്ടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കട്ടിയായി പോകേണ്ട, അതിന് ജസ്റ്റ് അലിഞ്ഞ് ശരിയായിക്കോളും, നല്ല ടേസ്റ്റ് കാണും. ഇത് മിക്സ് ചെയ്തിട്ട് ഇതാണ്ട ഈ സിറപ്പും കൂടെ ഞാൻ മാറ്റി വെച്ച സിറപ്പും കൂടെ നേരത്തെ മാറ്റി വെച്ചില്ല, ജസ്റ്റ് കട്ടിയായത് നിങ്ങൾ കണ്ടോ, നമ്മൾ ഫോൾട്ടായി പോയി. കുഴപ്പമില്ല, കേക്ക് ടേസ്റ്റ് ആയിരിക്കും, നോക്കാം. അതിൽ നമ്മൾ ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തിടണം. അതായത് ഈ ഇതിനകത്തിടണം. ചെറുതിലാണ് ഞാൻ, വലുതിലിട്ടപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് ഭയങ്കരമായിട്ടങ്ങ് വലുതായിപ്പോയി. അപ്പോൾ ഞാൻ ചെറുതിലും വലുതിലും കൂടി ഇടുന്നുണ്ട്, വരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ട്രീന് നേരത്തെ മാറ്റി ഈ ബാറ്റർ മതി. ഇച്ചിരി കൂടെ ലൂസായാൽ നന്നായിരിക്കും, പക്ഷേ ഇത് ഇത്ര മതി. എന്നിട്ട് നമ്മൾ കേക്ക് ട്രീനിനകത്ത് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് രണ്ടും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടണം. അപ്പോൾ അതിൻ്റെ ആ എയർ ബബിൾസൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അണ്ടിപ്പരിപ്പും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓരോന്നൊരു കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് ചുമ്മാ ഒരു അലങ്കാരത്തിന് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ നേരത്തെ ഞാനൊരു പാത്രത്തിൽ വെച്ചായിരുന്നു. 10 മിനിറ്റ് നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന പാത്രം വെക്കണം. അപ്പോൾ അതിനകത്ത് ഇതൊരു 45 മിനിറ്റ് ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ആ 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ പ്ലം കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പം സ്പെഷ്യൽ ആൾക്കാരൊക്കെയാണ്. ആരൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇതെൻ്റെ ആരാ നുസ്ര? ഇതൊക്കെ ഒരാളെ കുറവുണ്ടല്ലേ. നജ അവിടെ പോയി ലൈബ്രറി പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇവർ 4 പേരുമാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തോ, പെട്ടെന്നാവട്ടെ. ഇനി എടുത്തോ, അതെങ്ങനെയല്ല എടുത്തോ. അത് നുസ്ര ടേസ്റ്റ് ചെയ്ത് നോക്ക്. വായി വെച്ച് നോക്കട്ടെ, ടേസ്റ്റ് ഒന്ന് നോക്കി. എല്ലാവരും എടുത്തേ. തിന്നിറക്കിയിട്ട് പറ. ചൂടുണ്ടായിരുന്നു, ചൂട് അറിയില്ല കള. എങ്ങനെയുണ്ട്? അല്ല എങ്ങനെയുണ്ട് പറ, എങ്ങനെയുണ്ട്? എന്തു പറയുന്ന മധുരം?
ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നുസ്രാട്ട ഞാൻ കാണിച്ചില്ലല്ലോ, സോഫ്റ്റ് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആവണമായിരുന്നു. കളറൊക്കെ കുറഞ്ഞു, നല്ല പൊടിഞ്ഞ് വരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല ചൂടുണ്ട്. ചൂട് അറിയാതെ കൊള്ളാം. പിള്ളേരെ ഇത് കാരണം ഇപ്പോൾ കട്ട് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റാ.